എത്രയും സ്നേഹമുള്ളവരെ, മുട്ടവിൻ വാതിൽ തുറക്കപ്പെടും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. സ്ഥിരോത്സാഹവും അധ്വാനിക്കാനുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തികൾക്കും മഹത്തായിട്ടുള്ള വിജയങ്ങൾ കരസ്ഥമാക്കാം. ഉത്സാഹീണ പുരുഷമുപേതി സിംഹാനാം ലക്ഷ്മി. അധ്വാനിക്കുന്നവനെ മാത്രമേ ലക്ഷ്മി അനുഗ്രഹിക്കുകയുള്ളൂ. അറിവ് ഏറ്റവും വിലയേറിയിട്ടുള്ള അമൂല്യമായ മൂല്യങ്ങളാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2024 ഏപ്രിൽ 14 ഞായറാഴ്ച വിഷു ദിവസം പരവൂർ കോർപ്പറേറ്റീവ് മിനി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് മലയാള കലാസാഹിത്യ സമിതി പരവൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കവിയരങ്ങും, അതുകൂടാതെ മലയാള കലാസാഹിത്യ സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയാള കലാസാഹിത്യ സമിതിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബിന്ദു രാജീവിൻ്റെ സാലപഞ്ചിക എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും പുല്ലൂർ ബാലൻ അനുസ്മരണ കവിതാരചന മത്സര വിജയികൾക്കുള്ള അവാർഡും പ്രതിഭ ആദര പരിപാടികളും ഉണ്ടാകും. പ്രസ്തുത ഈ പരിപാടിയിലേക്ക് എല്ലാ മലയാള കലാസാഹിത്യ സമിതിയുടെ അബുദ്ധ്യകാംക്ഷികളും നമ്മുടെ മിത്രങ്ങളും നമ്മുടെ സഹയാത്രികരും എല്ലാ മനുഷ്യസ്നേഹികളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വൻ വിജയമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചിന്തയ്ക്കും എഴുത്തിനും വായനയ്ക്കും കല, സാഹിത്യം, സംഗീതം, പരിസ്ഥിതി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് സാധാരണക്കാരൻ്റെ ജീവിത അവസ്ഥകളും അതുപോലെ കാലാവസ്ഥ വ്യതിയാനത്തിന് എതിരെ നമ്മുടെ ചിന്തയും നമ്മുടെ എഴുത്തും വായനയും സാധാരണക്കാരുടെ കൂടുന്നതിൻ്റെ സേവനം കിട്ടുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കലയും സാഹിത്യവും വെച്ചു നമ്മുടെ സമൂഹത്തെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നേറുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു പുതുമ നിറഞ്ഞ ഈ പരിപാടിയിൽ എല്ലാ മനുഷ്യസ്നേഹികളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതൊരു വൻ ചരിത്ര വിജയമാക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് മലയാള കലാസാഹിത്യ സമിതിയുടെ കൊല്ലം ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള വിനായക് മുരളി എന്ന് പറയുന്ന ഈ വ്യക്തി എന്നുള്ള ഞാൻ എൻ്റെ ഒരു പ്രസ്ഥാനത്തിന് ഈ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹജീവിയായിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തിയായിട്ടുള്ള ബിന്ദു രാജീവിൻ്റെ ഈ സാലപഞ്ചിക എന്ന് പറയുന്ന പുസ്തക പ്രകാശനവും നമ്മുടെ പുല്ലൂർ ബാലൻ അനുസ്മരണ കവിതാരചന മത്സര വിജയികൾക്കുള്ള അവാർഡും ഈ കവിയരങ്ങും ഇതിലൊക്കെ പങ്കെടുത്ത് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് വൻ വിജയമാക്കണമെന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിളിച്ചെടുക്കുന്നു. നന്ദി, നമസ്കാരം.